കണ്ടില്ലേ, പച്ചവെള്ളമാണ്. അപ്പോൾ ഇനി ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് പകർത്താൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഞ്ഞായി മാറുന്നത്. കണ്ടില്ലേ, നമ്മുടെ പച്ചവെള്ളം വീഞ്ഞായിക്കൊണ്ടിരിക്കുകയാണ്. Hey, what's up guys? My name is Jithin John. Welcome to C-Box. ഇന്ന് നമ്മൾ വെള്ളം വീഞ്ഞാക്കാൻ പോവാണ്. ഈ വെള്ളം വീഞ്ഞാക്കുന്നതൊക്കെ വല്ലതും നടക്കുമോ? സംശയമാണ്. അതായത് നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. കുറേ രാജ്യങ്ങളിൽ പണ്ട് തുടങ്ങിയ, നമ്മുടെ രാജ്യത്ത് വലിയ കാര്യമായിട്ടില്ല, പുറമേ രാജ്യങ്ങളിൽ ഇങ്ങനെ ഈ വെള്ളം വീഞ്ഞാക്കുന്ന സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര പബ്ലിക്കായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ചാനൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോട്ടാ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് പോയി കണ്ടിട്ട് വാ. Somebody say, manifest your miracle. Are we here today? In a world, Jesus Christ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളും വെള്ളം വീഞ്ഞാക്കാൻ പോണ്. ഇവർ ചെയ്യുന്ന അതേ രീതിയിൽ നമ്മൾ ഇവർ അനുകരിക്കാൻ പോകണം. വലിയ വലിയ ആൾക്കാരൊക്കെ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. അപ്പോൾ ആ വെള്ളം വീഞ്ഞാക്കുന്ന സെറ്റപ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അപ്പോൾ ഇതിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെള്ളം കണ്ടില്ലേ? വെള്ളം കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മളിനി വൈനാക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒന്ന് അതിൻ്റെ ഒരു മാജിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മാജിക്കൊക്കെ നോട്ടെ. ഇപ്പം നിങ്ങൾക്കിത് പതിയെ വൈനായിട്ട് വരുന്നത് കാണാൻ പറ്റും. കണ്ടില്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ വെള്ളം വൈനാക്കുന്ന മാജിക്ക്? നിങ്ങൾ വെള്ളം വീഞ്ഞായി കണ്ടില്ലേ? നല്ല അടിപൊളി വീഞ്ഞ്. ഇത് അങ്ങനെ ചെയ്യാൻ നമുക്കങ്ങനെ വെള്ളം വീഞ്ഞാക്കാൻ പറ്റുമോ? കണ്ട കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും വെള്ളം അങ്ങനെ നമുക്കൊന്ന് എളുപ്പം വീഞ്ഞാക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കണ്ടില്ലേ? ഇത് നമ്മുടെ ഒരു സാധാരണ വാട്ടർ ബോട്ടിലാണ്. ശരിക്കും നമ്മുടെ ഒരു ഈ മാജിക് മെറ്റീരിയൽസ് ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളിൽ മാജിക് പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ഇതുകൾ വരാറുണ്ട്. ബോട്ടിൽസ്, പാത്രങ്ങളൊക്കെ വരാറുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല, മെറ്റീരിയൽസ് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബോട്ടിൽ ഒന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ? പക്ഷേ ഞാൻ ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു സെറ്റപ്പ് ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലെന്താണ് ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ബോട്ടിലിന് ആദ്യം സ്യൂട്ടാവുന്ന, അതായത് ഇതിൻ്റെ ശരിക്കുള്ള ലിഡ് അടപ്പ് ഇതല്ല, ഞാനൊരു സ്യൂട്ടാവുന്ന ഒരു, ഇപ്പോൾ നമ്മുടെ ഈ ബോൺബീറ്റൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സാപ്പർ പോലത്തെ സെറ്റപ്പൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ലിഡാണ്, അടപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരു 1/2 ഇഞ്ചിൻ്റെ PVC പൈപ്പ് പിടിപ്പിച്ചിട്ട് അതിലേക്കൊരു നമ്മുടെ വെളിച്ചെണ്ണയുടെ കുപ്പിയിൽ ആ കുപ്പി കടത്തി വെച്ചേക്കാണ്. കാരണം ഈ 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തേക്കുന്നത് ഇത് ടൈറ്റായിട്ട്, എയർ ടൈറ്റായിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് എടുത്തേക്കുന്നത്. ഞങ്ങൾക്ക് വേറെ കുറച്ച് കുപ്പികളൊക്കെ നോക്കി, പക്ഷേ അതൊന്നും എയർ ടൈറ്റ് ആവുന്നില്ല. അപ്പോൾ ഇത് നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിലുള്ള ഏറ്റവും വലിയൊരു സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇതിലത്തെ എയർ തന്നെയാണ് ഇതിലത്തെ വെള്ളം വീഞ്ഞാക്കാൻ സെറ്റപ്പ് ആക്കുന്ന ഒരു സംഗതി. അതായത് എയർ ഇല്ലാതെ, എയർ ടൈറ്റ് ആവാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കൊരു ഹോള് തുളച്ചിരിക്കുന്നത് കാണാം, ഇവിടെ ഒരു ഹോള് തുളച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി വൈൻ നിറച്ച് വെച്ചിട്ടുണ്ടാവും. വൈൻ നിറച്ച് വെച്ചിട്ട് ഞാൻ ഇതിങ്ങനെ പതുക്കെ ഇതിലേക്ക് ഇറക്കാണ്. അപ്പോൾ ഇറക്കുന്ന സമയത്ത് തന്നെ ഞാനിവിടെ ഇങ്ങനെ അടച്ചു പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എയർ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിലേക്ക് ഈ വൈൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. അപ്പോൾ ഞാനിത് ഇറക്കി ഫില്ലായി ടൈറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടെയും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നിർത്തും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് പതുക്കെ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൽ
എയർ ഈ സൈഡിൽ കൂടെയൊക്കെ ഉള്ള എയർ ഇങ്ങനെ പുറത്തേക്ക് തള്ളിപ്പോയി അതിൽ വെള്ളം കയറി ഫുള്ളായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലെ വെള്ളം പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എയർ ടൈറ്റ് ആയിട്ട് പിടിച്ചു വെച്ചേക്കാണ്. എന്നിട്ട് ഞാനിങ്ങനെ പതുക്കെ റിലീസ് ചെയ്യും. ഇത് ഈ ഹോള് ഞാൻ പതുക്കെ റിലീസ് ചെയ്യും. ആ സമയത്താണ് ഇതിലെ വെള്ളം പുറത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അവിടെ നമ്മുടെ മാജിക്കിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ മന്ത്രം ചൊല്ലണതും അത് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇവിടുത്തെ പതുക്കെ അങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് കൈ വിടില്ല. അതെന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഓഡിയൻസിനെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് എയർ കയറി ടൈറ്റായി വരുന്ന സമയത്ത് നമ്മുടെ അടിയിലുള്ള വൈൻ ഉണ്ടല്ലോ, ആ വൈൻ നമ്മുടെ ഈ വെളിച്ചെണ്ണയുടെ ബോട്ടിലേക്ക് പതുക്കെ കയറി വരും. പിന്നീട് വരുന്നത് ആ വൈനായിരിക്കും. അതാണ് നിങ്ങളിപ്പോൾ രണ്ടാമത് കണ്ടത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്, ഈ വൈൻ ഉണ്ടാക്കുന്നത്, വെള്ളം വീഞ്ഞാക്കുന്ന ഒരു സെറ്റപ്പ്. ഇതേപോലെ തന്നെ പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഒരു മെത്തേഡ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമ്മൾ ഇതേപോലെ തന്നെ വെള്ളം വീഞ്ഞാക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പച്ചവെള്ളമാണ് നിറച്ചേക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഒഴിച്ചു നോക്കാം. കണ്ടില്ലേ, പച്ചവെള്ളമാണ്. അപ്പോൾ ഇനി ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് പകർത്താൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഞ്ഞായി മാറുന്നത്. കണ്ടില്ലേ, നമ്മുടെ പച്ചവെള്ളം വീഞ്ഞായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി വീഞ്ഞാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡും പല ആൾക്കാരുകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പണ്ട് തുടങ്ങിയേ നമ്മളിങ്ങനെ വെള്ളം വീഞ്ഞാക്കുന്ന സെറ്റപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ആ മെത്തേഡ് കാണിച്ചു തരാം, എങ്ങനെയാണ് ഈ വെള്ളം വീഞ്ഞാക്കിയെന്ന്. ഇതാണ് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു മാജിക് ട്രിക്കായിട്ടല്ല കേട്ടോ ഇതൊന്നും ഉപയോഗിക്കുന്നത്. പബ്ലിക്കിന് മുന്നിൽ ഒരു ഭയങ്കര അമാനുഷികമായ കഴിവുകളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രിക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ബോട്ടിലൊന്നുമല്ല മാജിക് ഇരിക്കുന്നത്, നമ്മുടെ ഈ ഗ്ലാസ്സിലാണ്. ഇപ്പോൾ ഈ ബോട്ടിൽ നിറച്ചിരിക്കുന്നത് സാധാരണ വെള്ളമാണ്. ഇതാണ് നിങ്ങൾ ഈ ഒരു മാജിക് കണ്ടോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടത്. അപ്പോൾ ഇതിൽ സാധാരണ പച്ചവെള്ളമാണ് നിറച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ബോട്ടിലിൻ്റെ ഒറിജിനൽ ലിഡ്. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ്സിൽ കാണിച്ചിരിക്കുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ഏറ്റവും എളുപ്പവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണിത്. ഇതിൽ ഞാൻ കൈ പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇങ്ങനെയാണ് കൈ പിടിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓഡിയൻസിന് മുന്നിൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവിടെ ഹൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലേവറിങ് സബ്സ്റ്റൻസ് ആണ് നമ്മളിവിടെ ഹൈഡ് ചെയ്യുന്നത്. ഇത് വൈൻ ഉണ്ടാക്കാനോ നമുക്ക് ഇങ്ങനെ ഇതേ രീതിയിൽ വൈൻ ഉണ്ടാക്കാനോ കോളി ഉണ്ടാക്കാനോ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാനോ എന്തുണ്ടാക്കാനും പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫുഡ് കളറാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഞാനിങ്ങനെ വെള്ളം ഒഴിക്കുകയാണ്. കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. പക്ഷേ ഞാനിവിടെ കൈ ഇങ്ങനെ അടച്ചു പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആർക്കും ഓഡിയൻസിന് മനസ്സിലാവില്ല. പിന്നെ എല്ലാം നല്ല വർണ്ണപ്പകിട്ടുള്ള രീതിയിൽ പറഞ്ഞ് ഒപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരും വളരെയധികം അമാനുഷികമായ കഴിവുള്ള വ്യക്തികളെ. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ടെക്നിക്ക്. നമ്മുടെ രാജ്യത്തൊന്നും ഇത്ര കാലമായിട്ടൊന്നും വലിയ പ്രചാരത്തിൽ വന്നിട്ടില്ല. ഇനി ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ വലിയ രീതിയിൽ തന്നെ പ്രചാരം വരാമെന്നൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വെള്ളം വീഞ്ഞാക്കുന്ന സെറ്റപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ടെക്നിക്കുകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ കണ്ടന്റുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.